ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ഹെറാക്ലിറ്റസ് പറഞ്ഞില്ലേ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്. എന്താ അർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തതുകൊണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ DNA-യുടെ കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേടുണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. 0 അല്ല, 5-1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. എന്റെ കഴിവല്ല, തന്റെ പരിശ്രമം. പിന്നെ ആ മഹാവൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം.